നമസ്കാരം, ഞാൻ കലാക്ഷേത്ര കീർത്തി സൂരജ്, കലാകീർത്തി സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ ഫൗണ്ടറാണ്. ഒരുപാട് വർഷങ്ങളായി ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുകയും രംഗപ്രവേശനം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വർഷം എനിക്ക് വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. എനിക്ക് എൻ്റെ അമ്മയെ നൃത്തം അഭ്യസിപ്പിക്കാനും അമ്മയുടെ 60-ാം വയസ്സിൽ മോഹിനിയാട്ടം രംഗപ്രവേശനം നടത്തുവാനും സാധിച്ചു. നമസ്കാരം. 50 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നുവെച്ചാൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് എനിക്കിപ്പോൾ സാധിക്കാൻ കഴിഞ്ഞത്. ഡാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു എന്താ പറയുക ഭ്രമം തന്നെയായിരുന്നു. ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കുക എന്നുള്ളതും കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതും. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്കങ്ങനെ ഡാൻസ് പഠിക്കാനുള്ള ഒരു സൗകര്യം വീടിനടുത്തുണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞയക്കാൻ അമ്മയ്ക്ക് പേടിയുണ്ടായിരുന്ന ദൂരത്തേക്കൊക്കെ, അങ്ങനെ അതിനൊന്നും പറ്റിയില്ല. പിന്നെ കുട്ടികളായതിന് ശേഷം അതും നടന്നില്ല. പിന്നെ അതിന് ശേഷം ഇപ്പോൾ മോൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അവൾ നല്ലൊരു നർത്തകിയാണ് വന്ന എൻ്റെ മോള്. അപ്പോൾ അവളിവിടെ വന്നതിന് ശേഷം അവൾ ഡാൻസ് കളിക്കണതും, അവൾ ആദ്യമൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും കണ്ടിട്ട് സന്തോഷം കൊണ്ട്. പിന്നെ അവളുടെ കൂടെ ഓരോ പ്രോഗ്രാമിനൊക്കെ പോവുക, എല്ലാറ്റിനും അവളുടെ ഒപ്പം നിൽക്കുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. അതിനുശേഷം എനിക്ക് അവളുടെ അടുത്ത് ഓരോ കുട്ടികൾ വന്ന് ചേരുമ്പോഴും അവരുടെ കൂടെ ഡാൻസിന് ഞാനും നിന്നാലോ എന്ന് എനിക്കിങ്ങനെ തോന്നും. പക്ഷേ അവളോട് ഈ പ്രായത്തിൽ എന്നെ കൂടി ഒന്ന് ഡാൻസ് പഠിപ്പിച്ചു തരുമെന്ന് പറയാൻ, അല്ലെങ്കിൽ എനിക്കത് പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തയായിട്ട് ഞാൻ അത് അവളോട് പറഞ്ഞില്ല. ഞാൻ അവളറിയാതെ നോക്കിയിരുന്നു ആ സ്റ്റെപ്പൊക്കെ എനിക്ക് കിട്ടുമെന്നൊക്കെ. എങ്കിലും ഒരു മടി കാരണം ഞാൻ അവളോട് പറഞ്ഞില്ല. പിന്നീട് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി പറഞ്ഞു, നമുക്ക് നിൻ്റെ മരുമകൾ നല്ല ഡാൻസറല്ലേ, നമുക്കൊന്ന് പഠിപ്പിച്ചു തരാൻ പറയേ. അങ്ങനെ ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 2-3 മാസത്തോളം പിന്നെ ഇവിടെ നേരിട്ട് പഠിച്ചു. പിന്നെ അവൾ സൗദി പോയിട്ട് ഓൺലൈനിൽ കൂടിയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്നത്. ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ നമുക്ക് അരങ്ങേറ്റം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓർക്കസ്ട്രയൊക്കെ വെച്ചിട്ട് അരങ്ങേറ്റം ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ടെൻഷനാണ് ഉണ്ടായിരുന്നത്. പക്ഷെ മോന് നിർബന്ധം ഓർക്കസ്ട്ര വെച്ചിട്ട് തന്നെ വേണമെന്ന്. അപ്പോൾ മോളും അത് കൂടെ കൂടിയിട്ട് അത് പറ്റില്ല, ഓർക്കസ്ട്ര വെച്ചിട്ട് മതി, നമുക്കത് അങ്ങനെ ഓർക്കസ്ട്ര വെച്ചിട്ട് തന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഓർക്കസ്ട്രയൊക്കെ വെച്ച് അതിൻ്റെ മുന്നിലൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര നമുക്കതിന് പറ്റുണ്ടല്ലോ എന്നുള്ള സന്തോഷം ഇത്തിരിയൊന്നും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഗുരുവായൂരമ്പലത്തിൽ നമ്മൾ അരങ്ങേറ്റം ചെയ്തു. എന്നുവെച്ചാൽ എൻ്റെ മോള് ഇവിടെ ദുബായിലാണ്. അവൾക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മ കളിക്കണത്, പിന്നെ അമ്മ കളിക്കണം, അരങ്ങേറണം, അത് കാണണം എന്നൊക്കെ. അവൾ വന്നു. അതുമാതിരി എൻ്റെ ചേച്ചിയുടെ മോൻ നേരിട്ടിട്ട് അബുദാബിയിൽ നിന്ന് കുട്ടികളും ഭാര്യയും കുട്ടികളൊക്കെ കൂടിയിട്ട് ഗുരുവായൂർക്ക് വന്നു. അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ, ഭർത്താവാണെങ്കിൽ എല്ലാറ്റിനും ഒപ്പം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹത്തിൽ മരുമകളുടെ സാന്നിധ്യത്തിൽ എന്നുവെച്ചാൽ അവൾ ഗുരുവായിട്ട് എനിക്ക് അരങ്ങേറ്റം ചെയ്യാൻ പറ്റി. അത് എനിക്ക് എത്രത്തോളം സന്തോഷമാണെന്ന് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല, അത്ര വലിയ സന്തോഷം തന്നെയാണ്.